ഇന്നത്തെ വിഷയം മുണ്ടകോപനിഷത്ത്. ഉപനിഷത്തുക്കൾ വറ്റാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളാണ്. അനാദിയായ ജ്ഞാനം, അതാണ് ഉപനിഷത്തുക്കളുടെ വിഷയം. 1180ഓളം ഉപനിഷത്തുകളുണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ തന്നെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം രചിച്ച 10 ഉപനിഷത്തുക്കളാണ് പ്രധാനം. അവയിലൊന്നാണ് മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ ആകെ 65 മന്ത്രങ്ങളാണുള്ളത്. ശൗനകനും അങ്കിരസും, ശൗനകൻ ഗൃഹസ്ഥനാണ്, അങ്കിരസ് മഹർഷിയുമാണ്. ഇവർ തമ്മിലുള്ള സംവാദമാണ് ഇതിന് പ്രതിപാദ്യം. ശൗനകൻ അങ്കിരസിനോട് ചോദിക്കുന്നു, കസ്മിന്നു ഭഗവതോ വിജ്ഞാതേ സർവം വിജ്ഞാതം ഭവതി. ഭഗവാനെ, എന്തറിഞ്ഞാലാണ് ഇവിടെ എല്ലാം അറിയപ്പെട്ടതായിത്തീരുന്നത്? ഇതിന് മറുപടി ആയിട്ടാണ് ഈ ഉപനിഷത്തിൽ പ്രതിപാദ്യമായിട്ട് വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ പരാവിദ്യയും അപരാവിദ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനത്തിനെ രണ്ടായിട്ട് തിരിക്കാം: പരാവിദ്യ, അപരാവിദ്യ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ, ബ്രഹ്മാനുഭവം. അതൊഴികെ എല്ലാം അപരാ. ഭാരതീയ ഋഷിമാർ ലൗകികമായ അനുഭവത്തെയും ആധ്യാത്മികമായ അനുഭവത്തെയും ഭൗതിക ജ്ഞാനത്തെയും ഒന്നും വേർതിരിച്ച് കണ്ടിരുന്നില്ല. അവർ ലൗകിക അനുഭവങ്ങൾക്കും ഭൗതികമായ ജ്ഞാനത്തിനും എല്ലാം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഒന്നിനെ അവർ നിഷേധിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം, ലൗകികമായ വിഷയങ്ങൾ ആസ്വദിച്ച് അതിൽ വിരക്തി വന്ന് ബ്രഹ്മജിജ്ഞാസ ഉണരുമ്പോഴേ ഒരുവൻ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി ആവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് അവർ കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കർമ്മങ്ങൾക്ക് ദോഷം വന്നാൽ, അതിന് ന്യൂനതകൾ വന്നാൽ അപ്പോഴുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ അതിനുള്ള ഫലങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വർഗകാമോ യജേത, സ്വർഗം കിട്ടാനായിട്ട് യാഗങ്ങൾ ചെയ്യൂ, യജ്ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്, സ്വർഗപ്രാപ്തിയൊന്നുമല്ല സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം. സുഹൃതം ക്ഷയിച്ചാൽ വീണ്ടും ഭൂമിയിൽ വരേണ്ടി വരും. അപ്പോൾ ബ്രഹ്മപ്രാപ്തി, ഈശ്വരപ്രാപ്തി, ഇതാണ് ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് ഉപനിഷത്ത് വീണ്ടും 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 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം. അതിൽ നിന്നാണ് സർവ്വതും. അതിനാൽ ആവൃതമായിരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും. അതിനെ അറിയണം. അതിന് തപസ്സും സ്വാധ്യായവും മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും എല്ലാം വേണം. ഉത്തമനായിട്ടുള്ള ഗുരുവിനെ സമീപിക്കണം, ജ്ഞാനം സമ്പാദിക്കണം, ഓംകാര ഉപാസന ചെയ്യണം. എന്നിട്ട് ആ തേജോപുഞ്ചമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് അകവും പുറവും നിറഞ്ഞിരിക്കുന്ന സത്യം എന്ന് തിരിച്ചറിയണം. ഇവിടെ ഋഷി ഒരു കാര്യം കൂടി പറഞ്ഞു തരും. ജീവബ്രഹ്മ ഐക്യമാണ് ഉപനിഷത്തിൻ്റെ വിഷയമെങ്കിൽ ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ഭേദം കൂടി നമ്മൾ കണ്ടുപിടിക്കണം, അറിയണം. ഇതിനു വേണ്ടി ഒരു പക്ഷി രൂപകൽപ്പന അതിമനോഹരമായിട്ടുള്ളത് ഈ ഉപനിഷത്തിൽ ചേർത്തിട്ടുണ്ട്. ദ്വാ സുപർണ സയുജ സഖായ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം. 2 പക്ഷികൾ ഒരു വൃക്ഷത്തിൽ താമസിച്ചിരുന്നു. അവർ ഒരിക്കലും പിരിയില്ല, എപ്പോഴും ആ വൃക്ഷത്തിൽ ഒരുമിച്ചുണ്ടാവും. ഒരു പക്ഷി എല്ലാ ഫലങ്ങളും കൊത്തി തിന്നും, മധുരമുള്ളതും മധുരമില്ലാത്തതും ചവർപ്പുള്ളതും പുളിപ്പുള്ളതും പാകം വരാത്തതും എല്ലാം കൊത്തി നോക്കും. മറ്റേ പക്ഷി സാക്ഷിഭാവത്തിൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ഒരു പക്ഷി ഓരോ ശാഖയിൽ നിന്ന് മാറി 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 പറന്ന് നടക്കും. മറ്റേ പക്ഷിക്ക് യാതൊരു ചലനവുമില്ല. കുറേ കാലം കഴിഞ്ഞു, പഴങ്ങളൊക്കെ തിന്ന് മടുത്തു, മതിയായി. അപ്പോൾ വിചാരിക്കും,
ഈ മുകളിൽ അനങ്ങാതിരിക്കുന്ന പക്ഷിയുടെ അടുത്ത് ചെന്നിരിക്കാം എന്ന് കരുതി മുകളിലേക്ക് പറക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ പക്ഷി മറ്റാരുമല്ല, താൻ തന്നെയാണ്. ഒന്ന് ബ്രഹ്മപക്ഷി, ഒന്ന് ജീവപക്ഷി, ഒന്ന് ബ്രഹ്മത്തിൻ്റെ പ്രതീകം, ഒന്ന് ജീവൻ്റെ പ്രതീകം. ബ്രഹ്മം ബോധം, ശുദ്ധമായിട്ടുള്ള വസ്തു, അതിന് ചലനമില്ല. അകവും പുറവും തിങ്ങുന്ന മഹിമാവാർന്ന നിൻ പദം എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ, അതാണ് ബ്രഹ്മം. അതിൻ്റെ അന്ധക്കരണത്തിലുള്ള പ്രതിബിംബമാണ് ജീവൻ. ജീവൻ ഈ സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങും, അതെല്ലാ തരം വിഷയങ്ങളെയും അനുഭവിക്കും. അത് ബ്രഹ്മത്തെ തിരിച്ചറിയുന്നില്ല. ജീവോ ബ്രഹ്മൈവനാപര, ജീവൻ ഈ ബ്രഹ്മം തന്നെയാണ്, അത് തിരിച്ചറിയുന്നില്ല. ബ്രഹ്മം ഒന്നേ ഒന്ന്, ജീവൻ അനേകം. അനേകം ശരീരങ്ങൾക്കുള്ളിൽ അനേകമായിട്ട് തന്നെ അത് നമുക്ക് കാണുന്നു. ഏകകോശ ജീവിയായ അമീബ മുതൽ സൗരയൂഥ ഘടകങ്ങൾ വരെ പ്രകാശിക്കുന്നുണ്ട് ഇതിൻ്റെ സന്നിധിയിൽ. സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് ജലം നിറച്ച പാത്രങ്ങളുണ്ടെങ്കിൽ അതിലെല്ലാം സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് കാണാം. ജലം കലങ്ങുമ്പോൾ പ്രതിബിംബവും കലങ്ങും. ജലം ശുദ്ധമായിരുന്നാൽ പ്രതിബിംബവും ശുദ്ധമായിരിക്കും. ആ വെള്ളം മുഴുവനും മറിച്ച് കളഞ്ഞാൽ പ്രതിബിംബങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല, സൂര്യൻ മാത്രം, ബിംബം മാത്രം അവശേഷിക്കും. ഇതുപോലെയാണ് അന്ധക്കരണം ഉപശമിച്ചാൽ പിന്നെ ബ്രഹ്മം മാത്രം, ആ ചൈതന്യം മാത്രം, ആ ശുദ്ധമായ ബോധം മാത്രം, ശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപം മാത്രം. ഈ സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഋഷി ശ്രമിക്കുന്നത്. ശൗനകൻ ഗൃഹസ്ഥനാണ്, അങ്കിരസ് മഹർഷിയുമാണ്. ഗൃഹസ്ഥനെ ഈ അറിവ് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല എന്നുകൂടി കാണിക്കാനാണ് ഈ കഥ. ഉപനിഷത്തിലെ ഋഷി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ സുഗമവും വളരെ ലളിതവുമാണ് ആത്മതത്വം. രമണ മഹർഷിയോട് ചോദിക്കും ഓരോ ഭക്തൻ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ മഹർഷിയെ, ഈ സത്യം മനസ്സിലാക്കുക, സത്യദർശനം കിട്ടുക എന്നെല്ലാം ഉള്ള കാര്യം. അപ്പം മഹർഷി പറയും, ശിഷ്യൻ പറയും, അയ്യേ അയ്യോ മെത്ത കഠിനം. മഹർഷി പറയും, അയ്യേ അതിസുലഭം. ഇവിടെ അങ്കിരസ് മഹർഷി പറഞ്ഞു കൊടുക്കും, ഒരേ ഒരു ചൈതന്യം, ഒരേ ഒരു ബ്രഹ്മം, ഏകമേവ അദ്വിതീയം, ആ സത്യത്തെ ദർശിക്കുക എന്നതാണ് ജീവൻ്റെ ലക്ഷ്യം. നീ ചോദിച്ചില്ലേ എന്തറിഞ്ഞാലാണ് എല്ലാം അറിയപ്പെട്ടതായി തീരുന്നത് എന്ന്? ഈ ഒരൊറ്റ വസ്തുത അറിഞ്ഞാൽ മതി, എല്ലാം അറിയപ്പെട്ടതായി തീരും. ആധ്യാത്മികമായ രഹസ്യങ്ങളെ വളരെ അടുക്കും ചിട്ടയോടും കൂടി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഉപനിഷത്തിൽ. ഓരോ ഉപനിഷത്തും ഓരോ കവിത പോലെ സുന്ദരമായിട്ടുള്ളതാണ്. വിവേകാനന്ദ സ്വാമി പലപ്പോഴും പറയാറുണ്ട്, ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള ഈ അറിവ് ലോകം മുഴുവനും പ്രചരിക്കാൻ ഇടയായാൽ ഈ ലോകത്തെ സർവ്വ അശാന്തിയും മാറിപ്പോവും, മറഞ്ഞു പോകും എന്ന്. നാൽക്കവലകളിൽ വിതരേണ്ടതാണ് ഈ ഉപനിഷത്ത് തത്വങ്ങൾ എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കാറുള്ളത്. നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഷ വളരെ സങ്കീർണമാണ്, ഇതിലെ ആശയങ്ങൾ വളരെ ദുർഗ്രഹമാണ് എന്ന് കരുതി ആരും ഉപനിഷത്ത് പഠനത്തിന് അത്ര ധൈര്യപ്പെടാറില്ല. വാസ്തവത്തിൽ വളരെ ലളിതവും സുഗമവുമായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് മാത്രം ഗ്രഹിച്ചാൽ മതി, പുണ്യപാപങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും അപ്പുറത്ത് കടന്ന് നമുക്കൊക്കെ ശാന്തരായിട്ട് ഇവിടെ ജീവിക്കാനാകും. ഇതാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ഇതോടെ ആത്മീയ കഥകളുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ.